ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി 2023 മോഡൽ വോക്സ്വാഗൻ ടൈഗൂൺ ആണ്. ഡൈനാമിക് ലൈൻ 1 ലിറ്റർ ഹൈലൈൻ മോഡലാണ് നമ്മുടെ കൂടെയുള്ളത്. സോ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കസ്റ്റമർ എക്സ്പീരിയൻസും പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. It's all about humanity. It's all about humanity. വോക്സ്വാഗൻ ടൈഗൂണിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ വോക്സ്വാഗൻ്റെ തന്നെ SUV റേഞ്ചുകളിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്ന സെഗ്മെൻ്റ് ആണ്. സോ അതിൻ്റെ സ്റ്റൈലിങ്ങിനെ പറ്റി ഈ 2023 മോഡൽ വോക്സ്വാഗൻ്റെ ടൈഗൂണിൻ്റെ സ്റ്റൈലിങ്ങിനെ പറ്റി പറയുമ്പോൾ ഹാലജൻ ഹെഡ്ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ DRL പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ കൂടി ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെയാണ് ഗ്രിൽ പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നത്. ക്രോമിയം ഇൻസേർട്ടൊക്കെ വന്നിട്ടുണ്ട്. വലിയൊരു വോക്സ്വാഗൻ്റെ എംബ്ലം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ഗ്രിൽ പാറ്റേണും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫേക്ക് സ്കിഡ് പ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പ് ഇവിടെ ഉണ്ട്. അത് കോർണറിംഗ് ഫംഗ്ഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ആണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ക്രോമിയം ഇൻസേർട്സ് കൊടുത്തിട്ടുണ്ട്. ബോണറ്റിൽ കട്ടും ക്രീസൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്ന ലൈനുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു SUV ലൈക്ക് ക്യാരക്ടറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോണറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ സേഫ്റ്റി ഫീലിംഗ് നമുക്ക് മനസ്സിലാവും. ചെയ്യാം. ഹീറ്റ് പ്രൊട്ടക്ടറായിട്ട് എഞ്ചിൻ അതിനൊന്നും വെച്ചിട്ടില്ല. എഞ്ചിൻ റൂം ഇതാണ് വന്നിരിക്കുന്നത്. 1 ലിറ്റർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടർബോ അല്ല പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡ് വ്യൂവിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു വീൽ ആർച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ചാണ് സൈസ്. 16 ഇഞ്ച് 205/60 ടയറിൻ്റെ സൈസ് വന്നേക്കുന്നത്. ദെൻ വൈപ്പേഴ്സ് 2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർഡിനറി വൈപ്പേഴ്സ് ആണ്. വാഷർ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. സൈഡ് വ്യൂ മിറർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബോഡി കളേർഡ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഫംഗ്ഷനും ഇവിടെ ലൈറ്റിൻ്റെ ഇവിടെയുണ്ട്. ദെൻ റിക്വസ്റ്റ് സെൻസർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. റിക്വസ്റ്റ് സെൻസർ വരാത്ത വണ്ടിയാണ്. സോ ബോഡി കളർ ഡോർ ഹാൻഡിലൊക്കെ വന്നേക്കുന്നത്. അത്യാവശ്യം വൈഡായിട്ട് ഒരു 70 ഡിഗ്രീസോളം വൈഡായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. പെട്രോൾ ലിഡ് ഇവിടെയാണ്, റൈറ്റ് സൈഡ് തന്നെയാണ്, ഡ്രൈവർ സൈഡിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തുറന്നു വരുന്നതാണ്. ഒരു ഈസി ഹാൻഡ്ലിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. റിയറിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്. അതിനെപ്പറ്റി പറയാൻ പറഞ്ഞു ഈ സൈഡ് വ്യൂവിൽ. പിന്നെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്. ഫങ്ഷണൽ അല്ല. പിന്നെ ഷാർക്ക് ഫിൻ ഹാൻഡിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ വൈപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വാഷർ എവിടെ? വാഷർ ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട്. വാഷർ വന്നിട്ടേ വാഷർ അത് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് കാണുന്നില്ല എവിടെയാണെന്നുള്ള വാഷർ എന്നുള്ളത്. സാധാരണ ഈ ഒരു ലെവലിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഡിഫോക്കർ ലൈൻസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് വോക്സ്വാഗൻ്റെ എംബ്ലം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് ലൈനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലൈറ്റ് ത്രൂ ഔട്ട് ഇവിടം വരെ കൊടുത്തിട്ടുണ്ട്. പുതിയ വണ്ടികളിലെല്ലാം വരുന്ന ഫീച്ചറായിട്ട് വന്നേക്കുന്നത്. ഇവിടെയൊക്കെ LED ബാക്ക് ലൈറ്റ് ആണ് വന്നേക്കുന്നത്. TSIൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ടൈഗൂൺ എഴുതിയിട്ടുണ്ട്. ദെൻ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ സെൻസേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രോമിയം ഇൻസെർട്ടൊക്കെ കാണുന്നുണ്ട്. ക്ലാഡിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബൂട്ട് സ്പേസിനെ പറ്റി പറയുമ്പോൾ ഒരു 385 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഉള്ളത്. ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൽ സ്പെയർ ടയർ വരുന്നില്ല എന്ന് തോന്നുന്നു. സ്പെയർ ടയർ ഉണ്ട്. പഞ്ചർ കിറ്റൊന്നും വരുന്നില്ല എന്നുണ്ട്. സ്പെയർ ടയർ കാണുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 3 കിലോഗ്രാമിൻ്റെ ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സ്ഥലത്തും ഉണ്ട്. ലൈറ്റ് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുണ്ട്. ലൈറ്റ് ഇത് അവിടെ തന്നെ ഉണ്ട്. അത് ഓണാക്കാൻ ഓഫാക്കാനും പറ്റുന്നില്ല. വണ്ടിയുടെ ഇന്റീരിയർ നോക്കാം. ഡോറിൽ തന്നെ നമുക്ക് വിൻഡോസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഔട്ട്സൈഡ് റിയർ വ്യൂ മിററിൻ്റെ നമ്മുടെ കണക്ഷൻസ് ഒക്കെ ഇവിടെ തന്നെയുണ്ട്. പിന്നെ ഇതാണ് സെൻട്രൽ ലോക്കിൻ്റെ ബട്ടൺസ് ഒക്കെ ഇവിടെ ഉണ്ട്. ക്രോമിയം ആയിട്ടുള്ള ഡോർ അൺലോക്ക് ബട്ടൺസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വോക്സ്വാഗൻ്റെ ടിപ്പിക്കൽ ഒരു റോട്ടറി സ്വിച്ച് ആണ് ലൈറ്റിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. തന്നെ ഇത് ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സ്റ്റിയറിംഗ് വീല് ബോട്ടം ഫ്ലാറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടെലിഫോണിക് കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ട്രാക്കും അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസും ഒക്കെ കൊടുത്തേക്കുന്നത്. ദെൻ ഇത് ടിൽറ്റബിൾ ആണ്.
ടെലിസ്കോപ്പിക്കുമാണ്. അത് നല്ലൊരു ഫീച്ചർ ആട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു TFT ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. അതിൽ ടൈം, സർവീസ്, ദെൻ ട്രാക്ക് ഏത് പ്ലേ ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വണ്ടികളിലുള്ള അതേ ഫീച്ചേഴ്സൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഇതിനകത്ത് സെറ്റ് ബട്ടൺസ് ഒക്കെയാണ്. RPM മീറ്റർ ഒക്കെ സാധാരണ പോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്, ഡിജിറ്റലൊന്നുമല്ല. ദെൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇൻഡിക്കേറ്റർ ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ കണക്ഷൻസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലും, റൈറ്റ് സൈഡിൽ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് ഒക്കെ റൈറ്റ് സൈഡിലാണ് വന്നേക്കുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിൽ മിക്കവാറും എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിന് വണ്ടിയുടെ ഡീറ്റെയിൽസ്, കൺസംഷനും ടൈമും ആവറേജ് സ്പീഡും അതിനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്സ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പുതിയതായിട്ട് വരുന്ന എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് വണ്ടികളിലുള്ള സാധനങ്ങളൊക്കെ ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും എല്ലാം ഉണ്ട്. AC വെന്റുകൾ 2 മിഡിൽ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പും പിന്നെ നമ്മുടെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഒക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ AC കൺട്രോൾസ് ഒക്കെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട്, സ്വിച്ചബിൾ അല്ല, നമുക്ക് ഞെക്കി തന്നെ വെക്കാവുന്ന ടച്ച് പോലെയുള്ള സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ഇതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നത് ഈ മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തരുന്നുണ്ട്. USB 12 വോൾട്ടും ഉണ്ട്, അതേപോലെ തന്നെ Type-C ചാർജറിൻ്റെ ഡയറക്റ്റ് ഉണ്ട്. ദെൻ ഇതിൽ തന്നെ നമുക്ക് ഫോണിൻ വയർലെസ് ചാർജിങ് ഒക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വന്നേക്കുന്നത്. ഇവിടെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തേക്കുന്നത്. ദെൻ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റ് ഉണ്ട്, ജസ്റ്റ് പൊന്തിക്കാനും പറ്റും. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അവിടെ ഉണ്ട്. AC-ൻ്റെ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ നിന്ന് ആക്യുറേറ്റ് ആയിട്ട് ഞെക്കാനൊക്കെ കുറച്ച് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടായിരിക്കും. റോട്ടറി സ്വിച്ച് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഫോറിൻ്റെ യൂട്ടിലിറ്റി പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. അതിൽ നമുക്ക് 2 ബോട്ടിൽസ് ക്യാരി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇത് ഗ്ലൗ ബോക്സിൽ ചെറിയൊരു ഗ്ലൗ ബോക്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ചെറിയ ചെറിയ സാധനങ്ങൾ, വണ്ടിയുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് ഉണ്ട്. ഇവിടെ AC വെൻ്റൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡാഷ്ബോർഡൊക്കെ കുറച്ചൊരു ടെക്സ്റ്റേർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ 4 സ്പീക്കേഴ്സും 4 ട്യൂറ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് സിസ്റ്റമാണ് ഉള്ളത്. ഗ്രാബ് ഹാൻഡിൽ 2 സൈഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു വണ്ടികളിലും അങ്ങനെ അധികം കാണാതിരിക്കുന്ന ഒരു ഡ്രൈവർ സൈഡിൽ തന്നെയുള്ളൊരു ഹാൻഡിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിറർ നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്, ഓട്ടോമാറ്റിക് അല്ല. ഓട്ടോമാറ്റിക് ഡിമ്മിങ് അല്ല വന്നേക്കുന്നത്. പിന്നെ ലാമ്പുകളൊക്കെ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് മൈക്കും സെറ്റപ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്, ഓണാക്കാൻ ഓഫാക്കാനുണ്ട്. ഇവിടെ ആക്ച്വലി ഇതിൻ്റെ ഹൈലൈനിൽ നമ്മുടെ കൂൾ ഗ്ലാസ് ഹോൾഡറൊക്കെ വന്നിട്ടുണ്ട്. ഗ്ലാസ് ഹോൾഡറൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വാനിറ്റി മിററൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡിൽ. ഇതിൽ ടിക്കറ്റ് ഹോൾഡർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് റിയറിലേക്ക് നമുക്ക് കയറി നോക്കാം. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഒരു ഡോറാണുള്ളത്. ഡോറിൽ തന്നെ നമുക്ക് യൂട്ടിലിറ്റി ആയിട്ട് ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, മാഗസിൻ ഹോൾഡേഴ്സ് ഒക്കെ വെക്കാം. ഇവിടെ ഒരു അഫോൾസ്റ്ററി വർക്ക് ഉണ്ട്. ഇതിൻ്റെ വിൻഡോസിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഡ്രൈവർ സീറ്റ് എൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും എനിക്ക് അത്യാവശ്യം ലെഗ് റൂം പ്രൊവൈഡ് കിട്ടുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഹെഡ് റൂമും ഉണ്ട്. ദെൻ ഇവിടെ തന്നെ നമുക്കൊരു AC വെൻറ്റുകൾ, ഇവിടുത്തെ 2 AC വെൻറ്റുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Type-C ചാർജേഴ്സ് ഇവിടെ ഉണ്ട്, നല്ലൊരു ഫീച്ചറാണ്. പിന്നെ മുകളിലാണ് നമ്മുടെ റീഡിംഗ് ലാംപ്സ് ഒക്കെ മുകളിൽ 2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2 പാസഞ്ചേഴ്സിനും. 3 ഹെഡ് റെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റുകൾ നല്ല അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബോക്സ് കൊടുത്തു തോന്നുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ, വേസ്റ്റുകളൊക്കെ വണ്ടീൻ്റെ യൂസേജ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം ആൾക്കാർക്ക് വേണമെങ്കിൽ. ഐസോഫിക്സ് ചൈൽഡ് മൗണ്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റ് അഡീഷണൽ ആയിട്ട് അവർ ചെയ്തതാണ്. Invincible. വരുണൻ, വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി? വണ്ടി എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ എടുത്താണ്. അപ്പോൾ ഓൾമോസ്റ്റ് 7-8 months ആയിട്ടുണ്ട്. 8 months ആയിട്ടുണ്ട്. ഓൺ റോഡ് എത്ര വന്നു ആ സമയത്ത്? ഓൺ റോഡ് എനിക്ക് 16 വന്നു. 16. അപ്പൊ ഇതിനിപ്പം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? കൂടിയിട്ടുണ്ട്. അതിൽ 16 ഞാനൊരു 4 lakh പേയ്മെന്റ് കൊടുത്തു. ഓക്കെ, ബാക്കി 12 lakh EMI ആയിട്ട് വരും. EMI ആയിട്ട്. അപ്പം ഏകദേശം ഒരു 90 to 20,000, 20,000 വരെ നമുക്ക് EMI ആയിട്ട് വരും. 7 വർഷത്തേക്ക്. 7 വർഷത്തേക്ക്. ഓക്കെ, നൈസ്. ഇതിന്റെ പാക്കേജുകൾ ഇപ്പം വോക്സ്വാഗനെ പറ്റി പറയുമ്പോൾ അതിന്റെ സർവീസിനാണല്ലോ കുറച്ചൊരു പ്രശ്നം പറയുന്നത് ആൾക്കാർ. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഇപ്പം
ഞാൻ എടുത്തപ്പോൾ എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടിയത് ഒരു പുതിയ പാക്കേജ് കൊണ്ടുവന്നിട്ടുണ്ട്. 4 years ഇവർ അതിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആണ്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ 4 years ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, വാറണ്ടി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അഡീഷണൽ 25,000 കൊടുത്തിട്ട് നമുക്ക് 2 years എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് വലിയ കാര്യമായിട്ട് വരുന്നില്ല. പാർട്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ലേബർ കോസ്റ്റ്, ഓയിൽ ചേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. പിന്നെ നമ്മൾ അലൈൻമെന്റ് ചെയ്യാണെങ്കിൽ അതുപോലെ AC-യുടെ എന്തെങ്കിലുമൊക്കെ വരുന്നത്, അങ്ങനെ ചെറിയ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പാക്കേജിൽ എക്സ്ക്ലൂഡ് ആയിട്ട് വരുന്നത്. പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്, തരക്കേടില്ലാത്ത ഒരു നോക്കിയല്ലേ. ഇതല്ലാണ്ട് ഇപ്പൊ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് കുറച്ചുണ്ടാവല്ലോ, ഈ ക്രെറ്റ അതേപോലെ കുഷാക്ക്, അതിനെ പറ്റിയൊക്കെ അതിന് ഓടിച്ചു നോക്കിയിരുന്നു. ക്രെറ്റ നോക്കിയിരുന്നു. ക്രെറ്റ ഓടിച്ചു നോക്കിയ ഒരു കംഫർട്ട് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ എന്റെ മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന ഡിസയർ ആയിരുന്നു. അന്ന് ഞാൻ ക്രെറ്റ ഒരിക്കൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു മോഡൽ എന്ന് പറഞ്ഞാൽ കുഷാക്കും ഇതുമായിരുന്നു, വോക്സ്വാഗൺ ടൈഗോൺ ആയിരുന്നു. പിന്നെ രണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായി തോന്നിയത് ടൈഗോൺ ആണ്. അങ്ങനെ ടൈഗോണിലേക്ക് വന്നത്. ശരി ശരി. നേരത്തെ വോക്സ്വാഗൺ ഓടിച്ചിരുന്നോ? വോക്സ്വാഗൺ ഇല്ല, ഓടിച്ചിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈം ഓടിച്ചപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. വോക്സ്വാഗണിലേക്ക് വന്നത്. ശരി. ഈ വണ്ടിയുടെ മൈലേജിനെ പറ്റി എങ്ങനെയാണ്? മൈലേജ് കമ്പനി പറഞ്ഞ 20.1 ആണ് പറയുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് ചില റോഡ് ഹൈവേസിലൊക്കെ എനിക്ക് 16 ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ എനിക്ക് സ്ക്രീനിൽ 22 കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ലോങ് ഡ്രൈവില് സിറ്റി ഡ്രൈവില് ഓൾമോസ്റ്റ് എത്ര തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഈ ഒരു ഹില്ലി ട്രാക്ക് ഒക്കെ അല്ലേ നമുക്ക് അപ്പൊ അവിടെ എങ്ങനെയാണ്? നമുക്ക് കുറവാണ്. അപ്പോഴത്തേക്ക് 11-12 ആ റേഞ്ചിലേക്ക്. എങ്ങനെയാണ് കംഫർട്ടബിലിറ്റി? ഇപ്പൊ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തത് സ്വിഫ്റ്റ് ആയിരുന്നു. സോ അതിൽ നിന്ന് ഇങ്ങോട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. എന്നാലും നമുക്ക് പറയാം, വണ്ടി കയറിയിരുന്ന് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ലെവല് മാറുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെ. നമ്മൾ മറ്റിലേക്ക് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് ശരിക്കും വ്യത്യാസം മനസ്സിലാവും. പിന്നെ 1-2 ലോങ് ഡ്രൈവുകൾ പോയിരുന്നു. മൂന്നാർ തേക്കടിയൊക്കെ പോയിരുന്നു. പിന്നെ ബാംഗ്ലൂർ പോയിരുന്നു. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, സ്പീഡ് എടുക്കുമ്പോഴോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് പവർ ഒക്കെ എങ്ങനെയാണ്? ഇപ്പം നമ്മളിപ്പോ ക്രെറ്റയോ അതേപോലെ സ്കോഡ കുഷാക്കൊക്കെ ഓടിച്ചെന്നാണല്ലോ പറഞ്ഞത്. സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ അണ്ടർ പവർഡ് ആണോ? ഇതിനിപ്പോ 2 വേരിയന്റ് ഉള്ളല്ലോ, 1.5 1 ലിറ്റർ ഉണ്ട്. ഇത് 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ്. അപ്പം ഇതിന്റെ എങ്ങനെയാ മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ? ഇല്ല, പവറൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഞാൻ അത് ട്രൈ നോക്കി, ഇതും ട്രൈ നോക്കിയിട്ട് പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അതാണ് വരുന്നത്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. പിന്നെ 1-2 വേറെ അഡീഷണൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇതിലാണ് ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ടൈഗോൺ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഇപ്പം ക്രെറ്റയൊക്കെ ഇപ്പൊ പുതിയ ഇത് വന്നല്ലോ, മീൻസ് ഫേസ് ലിഫ്റ്റഡ് വന്നു. നമ്മുടെ വോക്സ്വാഗനെ കമ്പയർ ചെയ്യുമ്പോൾ വോക്സ്വാഗൻ ഒരു 1-2 കൊല്ലത്തിനിടയ്ക്കൊക്കെ ഈ ഫേസ് ലിഫ്റ്റഡ് ആക്കി വരുന്നത്. എടുക്കാനുള്ള വെച്ചാൽ വോക്സ്വാഗൻ അല്ല സ്കോഡയെ ചൂസ് ചെയ്യാനുള്ള കാരണം ഒന്നാണ്. നമ്മളൊരു വണ്ടി എടുത്ത് അല്ലെങ്കിൽ 1-2 വർഷത്തിലുള്ള അവര് ഫേസ് ലിഫ്റ്റ് ഇറക്കും, നമ്മള് മോഡൽ ഔട്ടാവും. സ്കോഡയും അല്ലെ വോക്സ്വാഗന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ്. അവര് ബേസിക് കാര്യങ്ങൾ വെച്ചാൽ പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ബോഡിയുടെ സ്ട്രക്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ബാക്കി കാര്യങ്ങളാണ് അവർ ഇന്റീരിയറോ അല്ലെങ്കിൽ എക്സ്ട്രാ കാര്യങ്ങൾ മാത്രം അവർ ചേഞ്ച് ചെയ്യാറുണ്ട്. നമുക്ക് എപ്പോഴും ഒരിക്കലും മോഡൽ ഔട്ടായിട്ട് ഫീൽ ചെയ്യില്ല. ക്രെറ്റയോ അല്ലെങ്കിൽ സുസുക്കിയിലൊക്കെ പോകുമ്പോൾ മോഡൽ ഔട്ടായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഇതിൽ അത്രയും ഫീൽ ചെയ്യാറില്ല. പോളയാണെങ്കിൽ തന്നെ ഒരു വർഷങ്ങളോളം സെയിം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമുക്ക് ഔട്ടിൽ നോക്കിയാൽ പെട്ടെന്ന് വിസിബിൾ ആവുന്നില്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ സേഫ്റ്റിക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു. കംഫർട്ടബിലിറ്റി ഫാമിലിക്ക് എങ്ങനെയാണ്? ഫാമിലി നല്ലായിരുന്നു. ഞാനിപ്പം ഫാമിലിയായിട്ട് പല ലോങ് ഡ്രൈവിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ലോങ് ഡ്രൈവിൽ പോയിരുന്നു. കംഫർട്ടായിരുന്നു. ബോഡി റോളിംഗ് ഒക്കെ വളരെ കുറവാണ്. അത് പിന്നെ നമ്മളൊരു എപ്പോഴും ചുരമിറങ്ങുന്നതിന്റെ ആ ഒരു സമയത്ത് മാത്രം ബോഡി റോളിംഗ് കുറച്ചും കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. താമരശ്ശേരി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ ഒരു SUV ആണ് കാണുന്നത്. അതിന്റെ മാത്രമേ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടിയ വണ്ടിയാണല്ലോ ടൈഗോൺ. സോ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ അങ്ങനെ കോംപ്രമൈസ് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഏകദേശം ഒരു 1.2 ടൺ വെയിറ്റ് ഉണ്ടാവും എന്തായാലും. സോ അത് സേഫ്റ്റിയിലും ഒക്കെ കംഫർട്ടബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ കംഫർട്ട് ലെവലിലും ഒക്കെയാണ്. മൈലേജ് ആണ് കുറച്ചൊരു ഇപ്പം 10,000 കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ് പറയുന്നത്. ഓൾമോസ്റ്റ് 1200 അടുത്ത് ആയിട്ടുള്ളൂ. 7500 ബേസിക് 1-2 സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. 10,000 കഴിഞ്ഞാലാണ് അവര് മൈലേജിന്റെ കമ്പനി പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സർവീസ് ചെയ്യാം. ഞാൻ വണ്ടി എടുത്തത് മലപ്പുറത്താണ്. അപ്പം എന്തെങ്കിലും സുഹൃത്തുക്കളുടെ സജസ്റ്റ് അങ്ങനെ അവിടെ പോയത്. പിന്നെ ഞാൻ ചിലപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ കൊടുത്തിട്ട് കളക്ട് ചെയ്ത് അങ്ങനെ പോകാറുണ്ട്. അല്ലെങ്കിൽ അവിടെ മലപ്പുറത്താണ് ഞാൻ അധികം ചെയ്യാറ്. ശരി. എങ്ങനെയാണ് സർവീസ് ഒക്കെ? സർവീസ് നല്ല സർവീസാണ്. നമ്മൾ പറയുന്ന എപ്പോൾ പറഞ്ഞാലും അവര് നല്ല രീതിയിൽ ചെയ്തു തരാറുണ്ട്. സർവീസ് ഒക്കെ നല്ല രീതിയാണ്. യൂസർ ഫ്രണ്ട്ലി ആണോ? യൂസർ ഫ്രണ്ട്ലി ആണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എന്തും ആവശ്യങ്ങൾക്ക് വിളിച്ചാലും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സെയിൽസിന്റെ ഭാഗത്താണെങ്കിലും
എല്ലാ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ട് ചെയ്യും. റോഡ് സൈഡ് അസിസ്റ്റൻസിനെ പറ്റി അവരെന്തെങ്കിലും പറഞ്ഞു തന്നിരുന്നു? അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ എവിടെയെങ്കിലും ഇപ്പോൾ സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? ഉണ്ടാവായിരിക്കും, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അല്ലെ ചിലപ്പോൾ കമ്പനിക്ക് ഉണ്ടാവായിരിക്കും, ചിലപ്പോൾ നമ്മൾ ആവശ്യങ്ങൾ വന്ന ആവശ്യം പറയാതെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതെ. ആവശ്യങ്ങൾ വന്നിട്ടില്ല. ശരി. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി വണ്ടി തന്ന് സഹകരിച്ച അരുണന് വളരെയധികം നന്ദി അറിയിക്കുന്നു. നല്ലൊരു ഹാപ്പി മോട്ടറിംഗ് കൂടി നേർന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വോക്സ്വാഗൺ ടൈഗൂണിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അവരുടെ യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ ചെറിയ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.